ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെസിപ്പി വിത്ത് സിയ. അപ്പോൾ നമുക്ക് മലബാർ സ്റ്റൈൽ ചിക്കൻ വറുത്തരച്ച കറി എങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബോണോട് കൂടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ സൈസിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അത് നന്നായി കഴുകിയിട്ട് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറുള്ളി ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ചെറുള്ളി നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തക്കാളിയും നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാമേ. പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കത് മിക്സ് ചെയ്തെടുക്കണേ. ഉള്ളി നന്നായി ചിക്കനായിട്ട് യോജിക്കണം കേട്ടോ. ആ ടൈപ്പിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനോ ഏതിൽ വേണമെങ്കിലും മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ ഒരു 1/4 ടീസ്പൂൺ പട്ട ഗ്രാമ്പു പൊടി, അതായത് ഗരം മസാല കൂടി പോവാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഇത് പെരുംജീരക പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ. മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ, ഇല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള അരപ്പ് എന്താണ് നമുക്ക് ആവശ്യമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അരപ്പിനായിട്ട് ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില, ചെറുള്ളി ഒരു 6-7 എണ്ണം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇത് വറുത്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ. ഇപ്പോൾ പാൻ ചൂടായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ, നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഒരു ലോ ഫ്ലെയിമിൽ വെക്കണേ. കരിയാതെ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരയ്ക്ക് നമുക്ക് നന്നായി വറുത്തെടുക്കാം കേട്ടോ. നന്നായി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ, തീ കൂട്ടി വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ ആവുന്ന ടൈമിലേക്ക് നമുക്ക് ചിക്കൻ ഏത് സ്റ്റേജിലായെന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ കണ്ടോ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടിപ്പിടിക്കാതെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ തേങ്ങ നന്നായി ഒരു ബ്രൗൺ കളറിലാവുന്ന വരയ്ക്കും നമുക്ക് നന്നായി കുക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ ഇപ്പോൾ എണ്ണ നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താലും നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിന്ന് കണ്ടോ നന്നായി എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടില്ല, അത് ചിക്കൻ്റെ കൊഴുപ്പാണ് കേട്ടോ. അത് നന്നായി അപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാറിയ തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെ നമ്മൾ ഒഴിച്ചിട്ടില്ലേ വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായി ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് നന്നായി കുക്കായിട്ടുണ്ട്. അടുത്ത് ഞാൻ ചുടുവെള്ളം ചൂടാക്കിയതാണ് ഇതിനാവശ്യത്തിലുള്ള വെള്ളം ചേർക്കാനായിട്ട്.
അപ്പോൾ നമുക്ക് നല്ല വെന്ത ചിക്കനിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് തിളയ്ക്കരുത് കറി നന്നായി വെട്ടി തിളയ്ക്കരുത് കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു തിള വരുന്ന വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ആ സ്റ്റേജിൽ നമുക്കിപ്പോൾ താളിപ്പിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളിയും അതോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാറ് നന്നായി തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ചെറുള്ളിയും കറിവേപ്പിലയും തീ ഓഫാക്കിയതിന് ശേഷം കറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത്